അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഒമാൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഞങ്ങള് കല്യാണത്തിന്റെ 2 വീഡിയോസ് എടുത്തു, പക്ഷെ രണ്ടിലും വൈൻഡപ്പ് ഇല്ല. പിന്നെ അതല്ല, അത് ഫുള്ളൊന്നും എടുത്തിട്ടൊന്നുമില്ല. ബി പ്ലാൻ എന്ന് പറയുന്ന ഒരു ചാനല്. ആ ചാനലില് 3 ബ്ലോഗേഴ്സാണ്. അവര് നാത്തൂമാരാണ്, ഇളച്ചികളും മുത്തച്ചികളുമാണ്. അന്നറിയില്ല, ഇളച്ചികളും മുത്തച്ചികളാണ് നാത്തൂമാരാണെന്നറിയില്ല. എന്തായാലും അന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുണ്ട്. ഇവര് 3 റീൽസ് അടിപൊളിയാണ്, സൂപ്പറാണൊന്നും പറയാനില്ല. അതുപോലെ തന്നെ വ്ളോഗ്സും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല റീച്ച് ആയിട്ടുള്ള ഒരു ചാനലാണ്. ഇവര് പിന്നെ ഒമാനിലാണ് താമസിക്കുന്നത്. ആ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ അവരെ ഇഷ്ടമായതും. അവർക്ക് പിന്നെ അതുപോലെ ഞാൻ പിന്നെ കമന്റിലൂടെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ. അപ്പോ ആ ഒരു സംഭവം ഇതില് ഇങ്ങനെ ഒരു ട്രാജഡി നടന്നതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അടുത്താണ് ഞാൻ ഒരു വീഡിയോസ് കാണുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെ ഇതിനുള്ളിൽ നടന്നിട്ടുള്ളത്. അപ്പൊ ഇവരെ കൂടെയുള്ള ഒരാള്, ഖദീജ എന്ന് പറഞ്ഞ ഒരാള്, അവർക്ക് ചെറിയൊരു റിലേഷൻസ് ഉണ്ടായി. അപ്പോ ചെറുതല്ല, വലുതന്നെയാണ്. അപ്പോ അങ്ങനെ അവരുടെ കൂടെ പോയിന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും, കുഞ്ഞിനെ ഭർത്താവാണ് നോക്കുന്നത്. അപ്പോ ഇപ്പൊ ഭർത്താവിന്റെ 2ാമത്തെ വിവാഹം, ജാഫർ എന്നിട്ട് അവരുടെ പേര്, 2ാമത്തെ വിവാഹം കഴിഞ്ഞു. ഞാൻ ഇത് എടുത്തു പറയാൻ വന്ന കാരണം എന്താണെന്ന് വെച്ചാല്, ഫ്രീഡത്തെ പറ്റിയിട്ടുണ്ടേ. കൂടുതൽ ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാല് പിന്നെ പ്രേമത്തിന് പിന്നെ കണ്ണുമില്ല, മൂക്കുമില്ല, കാതുമില്ല, കയ്യുമില്ല എന്നൊക്കെ പറഞ്ഞ മാതിരി ഒന്നുമില്ല. ആ തുടക്കം, അതൊരു രസം, അതങ്ങോട്ട് കിട്ടി കുറച്ചാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നുള്ള അനുഭവം എന്ന് പറയുമ്പം കൈപ്പേറിയതാണ്. അതൊരു ഭാര്യയായി ഒരു കുഞ്ഞായി കഴിഞ്ഞാല് നമ്മളെ മക്കളാണ് വലുത് അല്ലെ. അപ്പൊ നമുക്ക് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എങ്ങനെ ഉണ്ടെങ്കിലും നമ്മളെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം, നമ്മുടെ ഒരു ആവശ്യം. നമ്മുടെ മനസ്സ് പറയുന്നതും അങ്ങനെയാണ്. നമ്മൾ മനസ്സ് പറയുന്ന രീതിക്ക് അനുസരിച്ചിട്ട് ജീവിക്കുമ്പോഴല്ലേ നമുക്ക് അതിലൊരു ഇതുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ത്യാഗവും നമ്മൾ സഹിക്കാൻ തയ്യാറാണ്. ആദ്യമൊക്കെ എവിടെ പോയാലും എല്ലാവരും അങ്ങനെ തന്നെയാണ്. തുടക്കത്തിൽ നല്ല രസമായിരിക്കും. അത് പിന്നീടാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളതിന്ന്, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം ആ വ്യക്തി അവർ ചെയ്തത് അവർക്ക് ശരിയായിട്ട് തോന്നിയിരിക്കാം. പക്ഷെങ്കിൽ ആ കുഞ്ഞും ആ ഭർത്താവും അനുഭവിച്ച വേദന എത്രത്തോളം ഉണ്ടാവും. അപ്പം ഈ പോയ വ്യക്തി ഇപ്പോൾ ചിലപ്പോൾ ഒരു കുറ്റബോധം ഇല്ലാതെ ജീവിക്കുന്നുണ്ടായിരിക്കാം. സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് അവരുടേതായിട്ടുള്ള ന്യായങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണിനെ കുറ്റപ്പെടുത്താന് ഈ കൊണ്ടുപോയ പുരുഷന് എളുപ്പമാണ്. എന്ത് തൊട്ടതിനും തൊടിഞ്ഞതിനും അവന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ, അവന്റെ ആവേശം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് ഒന്ന് പറയുമ്പോഴും നീ അവനെ ഒരു കുട്ടീനെ ഇട്ടിട്ട് പോകുന്നതല്ലേ, നിനക്കിപ്പോ എന്താ, ഇനിയിപ്പോ ഞാനല്ലേ, ഇവനും ഒരു കരുതലുണ്ടാവും, ഇന്നല്ലെങ്കിൽ നാളെ എന്നെ ഇട്ടിട്ട് ഇവിടെ പോയി കൂടായി എന്താ എന്നുള്ള ഒരു ചിന്ത അവന്റെ ഉള്ളിലും ഉണ്ടാവും അല്ലേ. അപ്പോ നമ്മളതായിട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം. രണ്ടാമത്തേത് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സ് പല രീതിയിലും പറയും, ശരിയാണ്. മനസ്സ് ചഞ്ചലപ്പെടും. പല സമയത്ത് നമുക്ക് ഇട്ടെറിഞ്ഞ് പോകാൻ തോന്നും, പല സമയത്ത് നമുക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നും, പലത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വരും, പല രീതിയിലായിരിക്കും. ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുമ്പം അത് അങ്ങനെയാണ്. എന്നുവെച്ചാല് രണ്ടും ഒരേ തട്ടില്, ഒരേ രീതിയിൽ, ഒരേ സ്വഭാവമായിട്ട് എല്ലാം പുഞ്ചിരിയോടെ ഒരിക്കൽ പോലും വരില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ. ജീവിതം എന്ന് പറയുന്നത് പ്രയാസങ്ങൾ മാത്രല്ല. നമ്മൾ പ്രയാസം വരുമ്പോൾ മാത്രമല്ല ജീവിതത്തിനെ പറ്റി നമ്മൾ പലതും പറയുന്നത്. എനിക്ക് സഹിക്കാൻ വയ്യ, എൻ്റെ ഒരു ഇതിങ്ങനെയാണ്, എൻ്റെ ഒരു ജീവിതം അള്ള കാണില്ല, എനിക്ക് മാത്രമായിട്ട് ഇങ്ങനെ, മറ്റുള്ളവർക്ക് എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം അതെല്ലാം എല്ലാവരും തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ പലരും അത് സഹിച്ച് നടക്കുന്നുണ്ട്. സഹിക്കാനുള്ള സഹനശക്തി അവർക്ക് കൊടുക്കുന്നുമുണ്ട് പടച്ചോൻ. എന്ത് നമുക്ക് തരുമ്പോഴും അത് സഹിക്കാനുള്ള സഹനശക്തി റബ്ബ് തരുന്നുണ്ട്. സന്തോഷം എന്ന് പറയുന്നത് കുറച്ചേ പാടുള്ളൂ. അത് പ്രയാസങ്ങൾ തന്നെയാണ് കൂടുതൽ വേണ്ടത്. അപ്പൊ തന്നെ ജീവിതത്തിന് ഒരു മാധുര്യം ഉണ്ടാവുള്ളൂ. ആ സന്തോഷം കിട്ടുമ്പോൾ, ഒരുപാട് പ്രയാസങ്ങളുടെ ഇടയിൽ കുറച്ചൊരു സന്തോഷം കിട്ടുമ്പോൾ അതൊരു രസമാണ്. അപ്പോഴാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുക. ഒരുപാട് സന്തോഷങ്ങൾ തന്നിട്ട് ഒരു ലേശം മാത്രം ദുഃഖം, ഒരു വിഷമം തരുമ്പോൾ അത് ഒരു രസമുള്ള ജീവിതമല്ല, അതിന് ജീവിതത്തിന് അർത്ഥമൊന്നുമില്ല. അപ്പം പ്രയാസങ്ങൾ മാത്രം കൂട്ടി പറയാനും പാടില്ല.
ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണ്. സന്തോഷം മാത്രമാണ് എൻ്റെ ജീവിതം, ഒരാളുടെ ജീവിതം എന്ന് ആർക്കും തീർത്ത് എഴുതാനും പറ്റില്ല, പറയാനും പാടില്ല. അപ്പം ആ ഒരു വീഡിയോ കണ്ടപ്പം ഞാനൊന്ന് നോക്കിയതാണ്. വേറൊരാള് വീഡിയോ ആണ് ഞാൻ കണ്ടത്. അപ്പൊ അവരെ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പം അതിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞിട്ട് അവരെന്നെ ഫാമിലി തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഒമാൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഞങ്ങള് കല്യാണത്തിന്റെ 2 വീഡിയോസ് എടുത്തു, പക്ഷെ രണ്ടിലും വൈൻഡപ്പ് ഇല്ല. പിന്നെ അതുമല്ല, അത് ഫുള്ളൊന്നും എടുത്തിട്ടൊന്നുമില്ല, ഒക്കെ അവിടെ ഇവിടെ ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. ഷോപ്പിംഗ് മുതൽക്കുള്ള വീഡിയോ ഇപ്പോൾ ഇതിലുണ്ട്. ചിലതിന് ഇൻട്രോ ഉണ്ടാവില്ല, ചിലതിന് വൈൻഡപ്പ് ഉണ്ടാവില്ല, ചിലതിന് ഉള്ളടക്കം ഉണ്ടാവില്ല. അങ്ങനെ ഒരു മിക്സ് വീഡിയോ ആണ് ഇത്. പിന്നെ നമ്മൾ ഇൻട്രോയിൽ തന്നെ കുറെ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇൻട്രോയിൽ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന വീഡിയോസാണ്. അപ്പോൾ പിന്നെ കാറിൽ ഇരുന്നിട്ടൊന്നും നാട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ നടക്കൂല, കുണ്ടും കുഴിയും തിക്കും തിരക്കും ആയിട്ട്. അപ്പോൾ നമ്മളിതിൽ ഇൻസ്റ്റഗ്രാമിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടാവും. ഇപ്പോൾ എന്താണ് പെട്ടെന്നൊരു സെക്കൻഡ് മാരേജ്, എന്താണ് ഖദീജ എവിടെയെന്നൊക്കെ ചോദിക്കണ കുറേ ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം ജാഫർ ഖാൻ്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞെന്ന്. അത് നമ്മളെ ജാഫർ ഖാൻ്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് നല്ല രീതിയിൽ അൽഹംദുലില്ലാ അവർ ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് അവർക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു ഭാവിക്ക്. അപ്പോൾ പിന്നെ അവര് ഇപ്പോൾ ഞങ്ങളെ കൂടെ ഇല്ല. അപ്പോൾ ജാഫർക്കാക്ക് വേറെ ലൈഫ് നോക്കണം, സി ഉണ്ട്, സിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ലൈഫ് മുന്നോട്ട് പോയേ പറ്റുമോ, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. പിന്നെ അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനോ ആക്കാനോ നമുക്ക് താല്പര്യമില്ല. ഈ അറിയണവരെ പിന്നെയും വന്ന് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട കഥകൾ ഉണ്ടാക്കി പറയുക, അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് അത് ഒരു ബുദ്ധിമുട്ടാവണത്. നമ്മളെത്ര പ്രതികരിക്കണ്ടെന്ന് വിചാരിച്ചാലും പ്രതികരിച്ചു പോവും. അപ്പം ഖദീജ പുതിയൊരു ലൈഫിലേക്ക് പോയി. എന്തായാലും വേണ്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ജീവിതങ്ങൾ ഇതേ രീതിയിലൊക്കെയാണ്. റീൽസിന് അടിമായി, ഫ്രീഡം കൂടുതലായി. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ചോയ്സ്, ഇഷ്ടങ്ങള്, ഒരാളിൽ നിന്ന് വേറൊരാളേക്ക് പോവാനുള്ള ഒരു ടെൻഡൻസി, അതിലൂടെയാണ് സുഖമെന്നും ഒരു ചേഞ്ച് വേണമെന്നൊക്കെ ആഗ്രഹിക്കുകയാണല്ലോ. അത് വേറെ എന്താ പറയാ, ഇത്രയൊക്കെ ഫ്രീഡം കൊടുക്കുന്നുണ്ടല്ലോ ഭർത്താക്കന്മാര്. ഇപ്പൊ ഗൾഫിലാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഒക്കെ ഉണ്ടായിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലെവലില് അതിന്റെ റിസൾട്ട് കൊടുത്തത്. ഇതൊന്നില്ലാതെ അന്നത്തെ കഞ്ഞിയും പയറും തിന്നിട്ട് അരയും മുറുക്കി മക്കളെ നോക്കിയിട്ട് പോരാത്തതിന് ഭർത്താവിന് എത്തും തൊട്ടടി വെള്ളം അടിയും കുത്തും കിട്ടിയിട്ടും പുറത്ത് നയിച്ചു പോയിട്ട് വന്നിട്ട് അതുകൊണ്ട് ഭർത്താവിന് കൊടുത്തിട്ട് ഭർത്താവിനും കൂടെ ചെലവും വീട്ടിലെ ചെലവും നടത്തുന്ന എത്രയോ സ്ത്രീകളുണ്ട്, എത്രയോ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. പുലർച്ചെ എണീച്ചിട്ട് എണീക്കാൻ പോലും പറ്റാതെ, കിടക്കപ്പായിന്ന് എണീക്കാൻ പോലും പറ്റാതെ, കൈ വേദന, കാലുവേദന, മുട്ടുവേദന, നിവരാതെ ഊര നിവരുന്നില്ല. നമ്മൾ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് എന്നിട്ട് ആരാന്റെ മുറ്റടിക്കാനും അന്ന് പുലർച്ചയ്ക്ക് പോയിട്ട് മുറ്റടിക്കലും അവിടുത്തെ പാത്രം കഴുകലും വേറെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള പണിയൊക്കെ എടുത്തിട്ട് അതുപോലെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഭർത്താക്കന്മാർ തിരിഞ്ഞു പോലും നോക്കാം. അവർക്കൊരു ഫ്രീഡം എന്ന് പോയിട്ട് പറഞ്ഞിട്ട് അവർക്ക് എന്താ പറയാ, അതിന്റെ മീനിങ് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പം കാലങ്ങളോളം ഭർത്താക്കന്മാരൊപ്പം ആ ഭർത്താവിനെ സഹിച്ചിട്ട് ജീവിക്കുന്നുണ്ട്, കുട്ടികളെയും പോയിട്ട്. ഒരു ലെവലില് ഓണം എന്ത്, പെരുന്നാൾ എന്തെന്ന് പോലും അവർക്ക് മനസ്സിലാവാതെ. കാരണം എന്താ, അതിനൊരു ഫ്രീഡത്തോടെ ഒരു രസത്തിലോ അതിനോ എവിടേക്കെങ്കിലും പുറത്തു പോവുക, കറങ്ങാൻ പോവുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വസ്ത്രം ഇടുക, അങ്ങനെ ചെയ്യാത്ത എത്രയോ സ്ത്രീകളുണ്ട് സഹിച്ചു നിൽക്കുന്നത്. അത് സ്ത്രീകൾ തന്നെ, ഇതും സ്ത്രീകൾ തന്നെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കാം. കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. വേറൊരു വീഡിയോസുമായി കാണാം. ഓക്കെ.